കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടി പുരോഗമിക്കുന്നു. കരയ്ക്ക് കയറ്റിയവ ലോറിയിൽ കയറ്റി കൊല്ലം തുറമുഖത്തെത്തിക്കും. ആലപ്പുഴയിൽ നിന്നുള്ള കണ്ടെയ്നർ ലോറിയിൽ കൊല്ലത്തേക്ക് എത്തിച്ചു. ശുചീകരണ പ്രവൃത്തികളും അധികം വൈകാതെ ആരംഭിക്കും. ശക്തികുളങ്ങരയിൽ നിന്ന് ലിജോ റോളൻസ് ചേരുന്നു. കൊല്ലം തീരത്തടിഞ്ഞ 41 കണ്ടെയ്നറുകളിൽ പലതും ക്രെയിൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. ശക്തികുളങ്ങര ഹാർബറിൽ ഏകദേശം 10-ലധികം കണ്ടെയ്നറുകളായിരുന്നു ഈ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് അടിഞ്ഞിരുന്നത്. ഇപ്പോഴും പലതും കടലിൽ തന്നെ കിടക്കുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. പ്രഥമ പരിഗണന നൽകുന്നത് ആളുകളുടെ ഒരു സുരക്ഷ കൂടെ പരിഗണിച്ചുകൊണ്ട് കണ്ടെയ്നറുകൾ കരയ്ക്ക് കയറ്റാനും ഒപ്പം തന്നെ കരയ്ക്ക് കയറ്റിയവ അത് കസ്റ്റംസിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഗ്യാസ് കട്ടർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിരുന്നെങ്കിൽ പോലും അത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാറ്റുണ്ട്. മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകൾക്ക് ഇടയിലുള്ള ഈ തെർമോക്കോൾ പോലുള്ള ആ വസ്തു അത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിക്കാത്തതിന് പകരം ഹെവി കട്ടർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.